ഗുഡ് മോർണിംഗ്. ഇന്ന് മുഹറായതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന്. കുറച്ച് നേരം ഉറങ്ങിയെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റു. ഇളയ മോന് ട്യൂഷനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അവനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് അരിയെടുപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ രാവിലെ ഞാൻ ഗ്യാസിലാണ് അരിച്ചോറൊക്കെ വെക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ അരിയൊക്കെ അടുപ്പിട്ടതിന് ശേഷം എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു ബീട്രൂട്ട് കിടക്കുന്നു. ബീട്രൂട്ടും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാമെന്ന് വിചാരിച്ച് ഇവിടെ ഞാനൊരു ചോപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഞാനത് മേടിച്ച് വെച്ചിട്ട്. പക്ഷേ ഇതെവിടെയാണ് ഞാൻ വെച്ചതെന്ന് ഞാൻ കുറേ പരുതി ഇവിടെ അങ്ങ് കിട്ടില്ല. അവസാനം ഞാൻ വല്യമ്മേനോട് പറഞ്ഞു, മോനെ ആ ഒരു ചോപ്പറുണ്ട് എവിടെയാണ് ഈ വെച്ചേക്കുന്നതെന്ന് അമ്മച്ചിക്ക് ഓർമ്മയില്ല, ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ അതിൻ്റെ പരിപാടിയിലോട്ട് പോയി. അപ്പോഴത്തേക്ക് അവൻ എവിടുന്നോ തപ്പിയെടുത്തോണ്ട് വന്ന്. അപ്പോൾ ബാക്കി ഞാൻ പിന്നെ കുറച്ച് പിച്ചാത്തിക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞുള്ളായിരുന്നു. ബാക്കി ഞാൻ ചോപ്പറിനകത്തിട്ട് സവാളയും ബീട്രൂട്ടും ഒക്കെ നല്ല കുനുകുനാന്നരിഞ്ഞ് കിട്ടുന്നു. വളരെ സ്പീഡ് കേട്ടോ. അത് ഞാൻ കുറേ നാളായി ഈ സംഭവം വാങ്ങിച്ചിട്ട്. പക്ഷേ എവിടെ വെച്ചെന്ന് അറിഞ്ഞില്ല. പിന്നെ സവാള അരിഞ്ഞിട്ട് പിന്നെ അതിനകത്തിട്ട് കുറച്ച് പച്ചമുളകും ഇപ്പം ഒത്തിരി പിള്ളേർക്ക് ഒത്തിരി എരിവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് പച്ചമുളക് ഇട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഇതിന് വേണ്ടി തേങ്ങയും കൂടി എടുത്തു. ഞാൻ തേങ്ങ എടുക്കുമ്പം മിക്സിക്കകത്ത് അരയ്ക്കത്തില്ല. തേങ്ങയും മറ്റുള്ള പൊടികളെല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഞവടത്തേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് തേങ്ങ ഇട്ടു. അതിന് ശേഷം ആ ഒരു പ്ലേറ്റിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബേസിൻ പോലൊരു പാത്രത്തിലാണ് ബാക്കി കുടഞ്ഞിട്ടത്. അതിനകത്തോട്ട് ഞാൻ ലേശം കുരുമുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മറ്റേ തേങ്ങയും എല്ലാം കൂടിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒരു ഞവടിയെടുത്ത്. എനിക്കാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്ക് പുരട്ടിയെക്കാട്ടിലും ഒരുപാട് ഈ തോരൻ ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വെള്ളച്ചോറിനകത്തിട്ടൊക്കെ ഇതങ്ങോട്ട് കളറൊക്കെ പറ്റുമ്പോഴൊരു ചീരത്തോരനൊക്കെ കഴിക്കുന്ന ആ ഒരു ഇത് വരുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ച് ഇതങ്ങ് അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അവസാനം ഇതും കൂടെ തട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ബീട്രൂട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഇത് ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ പുറത്ത് നല്ല മഴയാണ്. ഇടയ്ക്ക് കറണ്ട് പോകാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ബീട്രൂട്ട് തോരനൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറൊരു കറിയും കൂടെ ഉണ്ടാക്കണമല്ലോ. മീൻകാരെ ആരും ഇന്ന് ഇതുവരെയും കണ്ടില്ല. കാരണം മഴയായതുകൊണ്ടായിരിക്കാം. ഇതുവഴി ആരും നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ വണ്ടിയെ മീൻ കൊണ്ടുപോകും. ഇതുവരെ ആരും മീൻകാരും വന്നതുമില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഒഴിച്ചുകൂട്ടാൻ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. അപ്പം തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഭൂരിപക്ഷം ആർക്കും തേങ്ങ വറുത്തരച്ച് തീയൽ വെക്കേണ്ടെന്നൊരു അഭിപ്രായം വന്നപ്പോഴത്തേക്ക് ഞാനെന്നാൽ ഒരു മുളക് തീയലാക്കാമെന്ന് വിചാരിച്ചു. വറുത്തരയ്ക്കാതെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളൻകിഴങ്ങും മുരിങ്ങയ്ക്കായും സവാളയും കൂടെ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം ഇതിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കും. ഞാൻ പൊതുവേ ഇത് കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് വരുന്നിടം വരെ വഴറ്റിയെടുക്കും. അതിന് ശേഷം തക്കാളിക്കായും കൂടി ഇടും. കുറച്ചൊന്ന് സവാളയും ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്ത് ഒരു പരുവമാകുമ്പോഴത്തേക്ക് തക്കാളി ഇടും. തക്കാളി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് ഞാനതൊരു മസാലകളൊക്കെ ചേർത്ത് കൊടുക്കൂ. ഇവിടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഈ ഒരു എണ്ണയ്ക്കകത്ത് കഷ്ണത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. നല്ലോണം മുളക് പൊടി നല്ലോണം മൂക്കുന്നൊരു പരുവമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം അതിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇത് കുറഞ്ഞ തീയിലിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ പെരുംജീരകവും കറുവപ്പട്ടയും എല്ലാം കൂടെ പൊടിച്ചൊരു മസാല ഉണ്ടല്ലോ, ഒരു തീയലിൻ്റെ ഒരു മണം വരണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മസാലയും കൂടി ഇട്ടുകൊണ്ട് നല്ലതുപോലെ ഇളക്കി തീയലിനെല്ലാം അടച്ച് വെച്ചു. അതിനുശേഷം ഒരു മുട്ടയും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മുട്ടയും കൂടെ ഒക്കെ ഞാൻ വറുത്തെടുത്ത് കറികളെല്ലാം ആയപ്പം തന്നെ ഏകദേശം 1 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ചോറും കൂടെ കൊടുത്തിട്ട് എവിടെയെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ഞാൻ ചോറൊക്കെ വിളമ്പി. ചോറും തീയലും മുട്ട വറുത്തതും ബീട്രൂട്ട് തോരനും നല്ലൊരു ഉച്ചയൂണായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.